ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കിയ 502 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങും പൂർത്തീകരണ പ്രഖ്യാപനവും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി അതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അല്പം വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സാധാരണ വൈകി എത്തുന്ന സമയത്ത് അസ്വസ്ഥതയൊക്കെ കാത്തിരുന്ന് മുഷിച്ചിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ അതൊട്ടും കണ്ടില്ല. വളരെ സന്തോഷവും ഉത്സാഹവും ഒക്കെ സ്മരിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ്, സവിശേഷമായൊരു ചടങ്ങായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. അതിൻ്റെ കാരണം ഈ പരിപാടിയുടെ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ സ്വാഗതം പറയുമ്പോൾ അദ്ദേഹം കുറച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കൂട്ടരാണ് ഈ സ്വാഗത പ്രസംഗം. കാരണം പലയിടത്തും നമ്മളെ വൈകിപ്പിക്കാൻ കാരണം സ്വാഗത പ്രസംഗകരാണ്. പണ്ട് ഒരു പ്രസിദ്ധനായ പ്രമുഖനായ ബിഷപ്പ് എന്നോട് പറഞ്ഞു, സ്വാഗത പ്രസംഗകർക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശം 5-ാം കൽപ്പന ലംഘിക്കരുത് എന്നുള്ളതാണ്. 5-ാം കൽപ്പന വധിക്കരുത് എന്നാണ് പറയുന്നത്, കൊല്ലരുത് എന്നാണ്. പക്ഷെ ഇവിടെ വളരെ ദീർഘമൊന്നും ആയില്ല, എങ്കിലും അല്പം വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ ആ സ്വാഗത പ്രസംഗത്തിൽ ഈ പഞ്ചായത്ത് 4 വർഷം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയും അതിൽ ആത്മവിശ്വാസവും സത്യസന്ധതയും ഉണ്ടായി. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ബാക്കിയുണ്ട്, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന പൊങ്ങച്ചമല്ല പ്രസിഡന്റ് പറഞ്ഞത്. ചെയ്ത കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുക എന്നത് ശരിക്കും ചെയ്താലേ പറ്റൂ. അത് പറ്റില്ല. അപ്പൊ മികച്ച പ്രവർത്തനം നടന്നത് അതിൻ്റെ ഒരു തെളിവാണല്ലോ ഈ 502 വീട് പൂർത്തിയാക്കിയത്. വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. 81 ഞങ്ങൾക്ക് മുമ്പുള്ള ഭരണസമിതിയുടെ കാലത്തെയാണ്, ബാക്കി 421 ഞങ്ങളുടേതാണ്. അതിൽ ഒന്നും മറച്ചു വെച്ചില്ല. 502 വീടുകൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ കണക്ക് നോക്കി, ഏതാണ്ട് 21,16,00,000-ലധികം രൂപ വീടിന് വേണ്ടി മാത്രം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ, അതിൻ്റെ പ്രസിഡന്റിനെ, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ലൈഫ് കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അനുകരിക്കാൻ കഴിയാത്ത, സമാനതകളില്ലാത്തൊരു പദ്ധതിയാണ് ലൈഫ്. ലൈഫിൽ ഇതുവരെ കേരളത്തിൽ പണി പൂർത്തിയാക്കിയ വീടുകൾ 4,51,000-ലധികമാണ്. 5,47,000 ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം കൊടുത്തത്. ബാക്കി വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 4,51,000 വീടുകൾ പണി പൂർത്തിയാക്കി ആളുകൾ താമസം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ 4,50,000 കുടുംബങ്ങൾ ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയാൻ കാരണമായ പദ്ധതിയാണ് ലൈഫ് എന്നത്. ഈ വർഷം 1,00,000 വീടുകൾ കൂടി അനുവദിക്കും. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയാണ് ബജറ്റിൽ ഇത്തവണ ലൈഫിന് നീക്കിവെച്ചത്, 1,036 കോടി രൂപ. 1,00,000 വീടുകൾ കൂടി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ ഇപ്പോ പൂർത്തിയായ 4,51,000, 1,07,000-ഓളം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൂടി ചേരുമ്പോൾ 5,47,000 പ്ലസ് 1,00,000 കൂടി വന്നാൽ 6,50,000 വീടുകൾ 2026-ൽ ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ പണി പൂർത്തിയാവും. 6,50,000 വീടുകൾ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മൾ 4,00,000 കൊടുക്കുന്നു. ഒരു സംസ്ഥാനവും ഇത്രയും പൈസ കൊടുക്കുന്നില്ല. ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് 72,000 രൂപയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്നുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു പദ്ധതി
വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ അംഗീകാരത്തിനായിട്ട് വന്നു. അത് ഈ BPL-കാർക്ക് ആട്ടുംകൂടി വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയാണ്. അതിന് ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്നു 98,000. അപ്പം ഞാൻ ഓർത്തു, കേരളത്തിൽ ആട്ടുംകൂടി വയ്ക്കാൻ 98,000 കൊടുക്കുമ്പോഴാണ് 72,000 കേന്ദ്ര ഗവൺമെന്റ് വീട് വയ്ക്കാൻ കൊടുക്കുന്നത്. ചെലവഴിച്ച തുക എത്രയെന്ന് പറയും. ഇവിടുത്തെ പൈസ പറഞ്ഞല്ലോ 21,16,00,000. കേരളത്തിലാകെ 5,47,000 പേർക്ക് ഇതുവരെ ധനസഹായം കൊടുക്കാൻ സംസ്ഥാനം ചെലവഴിച്ച തുക 18,080 കോടി രൂപയാണ്. 18,080 കോടി രൂപ. 18,000 കോടി രൂപ എന്നത് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഭീമമായൊരു തുകയാണ്. അതിൽ കേന്ദ്ര വിഹിതം 2,080 കോടിയാണ്. ബാക്കി 16,000 കോടി സംസ്ഥാനത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിഹിതമാണ്. 5,500 കോടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു. 5,500 കോടി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളായി കൊടുത്തു. ബാക്കി പൈസ ഹഡ്കോയിൽ നിന്ന് വായ്പയായി സർക്കാരിന്. ഇങ്ങനെയാണ് നമ്മൾ ഈ പൈസ കണ്ടെത്തിയത്. ഇനിയും കുറെ പേർക്ക് വീട് കൊടുക്കാനുണ്ട്. പക്ഷെ ഇത്രയും പേർക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കൊടുത്തിട്ടില്ല. ഇത്രയും അധികം തുകയും കൊടുത്തിട്ടില്ല. അതാണ് ലൈഫിന്റെ പ്രത്യേകത. അപ്പൊ ലൈഫ് ഗംഭീരമായിട്ട് ചെറുപുഴ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് മനോരമയുടെ തലക്കെട്ട് ഞാൻ കണ്ടു. 1, 2 502 വീടുകൾ എന്നാണ്. ഇനി ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കാനുണ്ട്. പ്രസിഡന്റ് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു. 27 ആൾക്ക് കൊടുക്കാനുണ്ട്. അതിൽ 7 പേർക്ക് ഭൂമി കിട്ടി. ഇല്ല, ഈ 5 പേർക്ക് കൂടി മനസ്സോടിത്തിരി മണ്ണിൽ കിട്ടിയ 15 കിട്ടി. 20 പേർക്ക് കണ്ടെത്തണം. അപ്പൊ ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ ഭൂമി സംഭാവന ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ടാവും. ഒരു 3 സെന്റ് വീതം കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടാവില്ല. എത്രയോ പേര് കേരളത്തിൽ ഭൂമി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കടക്കലിൽ ലയൺസ് ക്ലബ് 25 വീട് വെച്ചു കൊടുക്കുന്നു. ലയൺസ് ക്ലബ് 1 ഏക്കർ ഭൂമി അതിനു വേണ്ടി സംഭാവന ചെയ്ത് ഒരാളാണ്. അദ്ദേഹത്തിനെ ആദരിക്കുകയില്ല ചടങ്ങിൽ. അതൊന്നും കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 1 ഏക്കർ കൂടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ 2 ഏക്കർ ഭൂമി ഒരാളെ കൊടുത്തു. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും സമ്പന്നർക്കൊക്കെ ആവാലോ കൊടുക്കാൻ, കാശിൽ ധാരാളമുള്ള ആളാവും. കാശുള്ള ആളുകൾ മാത്രമല്ല ഇപ്പോൾ സംഭാവന കൊടുക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ സംഭാവന കൊടുക്കാം. അതാണ് മനസ്സോട് ഇത്തിരി മണ്ണാണ്, കാശോട് ഇത്തിരി മണ്ണല്ല. കൊല്ലം ജില്ലയിൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു അനുഭവം ഉണ്ടായി. ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളി ബിനോയ് എന്നാണ് അയാളുടെ പേര്, ചെറുപ്പക്കാരൻ. അയാൾക്ക് ഒരു ചെറിയ വീടും 9 സെന്റ് സ്ഥലമാണ്. ഭാര്യയും 2 കുട്ടികളും. അദ്ദേഹം ചെയ്തത് തൻ്റെ വീടും 3 സെന്റ് ഒഴികെയുള്ള ബാക്കി 6 സെന്റ് 2 പേർക്കായിട്ട് അതിദരിദ്ര കുടുംബങ്ങൾക്കായിട്ട് സംഭാവന ചെയ്തു. അതാ പറഞ്ഞത്, മനസ്സുണ്ടെങ്കിൽ കൊടുക്കാം. ഒരുപാട് ഭൂമി വേണം, ഒരുപാട് കാശ് വേണമെന്നില്ല. ഒരു 3 സെന്റ് കൊടുക്കാൻ പറ്റുന്ന 20 ആളുകൾ കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പലരും അറിയാത്തോണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കാനൊരു അവസരമുണ്ടെന്ന് അറിയാത്തോണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് അറിയാത്തോണ്ട് ആരും കൊടുക്കാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രസംഗിച്ചത്. അല്ലെങ്കിൽ സംഭാവനയും ഒപ്പം പഞ്ചായത്ത് കുറച്ച് പൈസയും വെച്ചിട്ട് വാങ്ങാൻ കഴിയുമോ? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. അതിദരിദ്ര പട്ടികയിൽ എത്ര പേർക്ക് ഭൂമി വേണം? 2 പേർക്കായി. അതല്ലെങ്കിൽ അത് നമുക്ക് റവന്യൂ മറ്റും ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കൊടുക്കാൻ കളക്ടർമാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ചെയ്യില്ല. എന്തായാലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളിതൊരു ഒരു ലക്ഷ്യമായിട്ടെടുത്ത്, ഒരു നിർബന്ധ ബുദ്ധിയായിട്ടെടുത്ത് 1 മാസത്തിനകം ഈ 20 പേർക്ക് കൂടി ഭൂമി കണ്ടെത്തിയാൽ ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ അവർക്ക് വീടും പൂർത്തിയാക്കാൻ പറ്റും. എല്ലാവരും ഒരു കൂട്ടായിട്ട് പരിശ്രമിച്ചാൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ നിറവേറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി പറയാനുള്ളൊരു കാര്യം, ഞാനിങ്ങനെ പ്രസിഡന്റ് പല കാര്യവും. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം. മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ
ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിംഗ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ വർക്കുകൾ, പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, ഡോക്യുമെന്റേഷൻ. ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും 100% വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക്, ചെറുപുഴ. 9400557109.